പേട്ടയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയുമായ പോലീസിന്റെ തെളിവെടുപ്പ്. കുട്ടിയെ ഉപേക്ഷിച്ച സ്ഥലത്ത് ഹസൻകുട്ടിയെ പോലീസ് എത്തിച്ചു. അനുരാഗ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുരാഗ്, തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണോ? കാവ്യ, തെളിവെടുപ്പ് തുടരുകയാണ്. ഇന്നാണ് പ്രതി ഹസൻകുട്ടിയെ 7 ദിവസത്തെ പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചത്. ഉടൻ തന്നെ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ആദ്യം തന്നെ പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പ്രതിയെ എത്തിച്ചത്. അവിടെയാണ് കൊല്ലത്ത് നിന്ന് ഫെബ്രുവരി 18-ാം തീയതി അർദ്ധരാത്രിയോടുകൂടി തന്നെ ഇയാൾ എത്തിയത്. അവിടെ നിന്ന് കാൽനടയായി ചാക്ക ഓൾ സെയിൻസ് കോളേജ് പരിസരത്തേക്ക്, അതായത് കുഞ്ഞ് ഉറങ്ങിക്കിടന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ ഇപ്പോൾ എത്തിച്ചു കഴിഞ്ഞു. അവിടെ എത്തിച്ച് തെളിവെടുത്തു. അതിനുശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ച ബ്രഹ്മോസിന് പുറകിലെ റെയിൽവേ ട്രാക്കിന് പരിസരത്തുള്ള കിടങ്ങിലേക്ക് അവിടെ എത്തിച്ച് മിനിറ്റുകൾ എടുത്ത് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ അയാൾ അവിടെ നിന്ന് കുഞ്ഞിനെ ഉപേക്ഷിച്ച ശേഷം നടന്നുപോയ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയൊക്കെ എത്തിച്ച് ഇയാൾ എങ്ങനെയാണ് കടന്നു പോയത്, പ്രതി ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച ശേഷം എങ്ങനെയാണ് കടന്നു പോയത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസിനെ വിശദീകരിച്ച് നൽകുകയാണ്. എന്തായാലും ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം മറ്റു കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. പേട്ട പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പേട്ട സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലാണ് ഈ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും വിശദമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം നിരവധി കേസുകൾ സമാനമായി പോക്സോ കേസിലെ പ്രതിയാണ്. അതിനൊപ്പം തന്നെ കൊല്ലത്ത് നാടോടി സംഘത്തിലെ തന്നെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. ഇത്തരത്തിൽ ഒരു സ്വഭാവ വൈകൃതമുള്ള ഒരു പ്രതി കൂടുതൽ ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത തന്നെ കേസുകൾ ഇയാളുടെ പേര് ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നിഗമനം. അതുകൊണ്ട് തന്നെ അതൊക്കെ തന്നെയും അറിയേണ്ടതുണ്ട്. അങ്ങനെ ഉള്ള കാര്യങ്ങൾ വ്യക്തത വരുത്താൻ വേണ്ടി വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. ഈ ഹസൻകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തെളിവെടുപ്പ് അടക്കമുള്ള പോലീസിന്റെ നടപടിക്രമങ്ങളിൽ ഒരു പൂർണ്ണ സഹകരണമുണ്ടോ അനുരാഗ്? തീർച്ചയായും അയാൾ ചെയ്ത കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ തരത്തിൽ എങ്ങനെയാണ് എത്തിയത്, അതിനുശേഷം അതായത് നേരത്തെ തന്നെ ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 10:30 തന്നെ പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്ന് കാൽനടയായി ചാക്ക ഓൾ സെയിൻസ് കോളേജ് പരിസരത്തേക്ക് എത്തുന്നു. അവിടെ ഒരു കരിക്ക് കടയിൽ കരിക്ക് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ നാടോടി സംഘത്തെയും കുഞ്ഞിനെയും കാണുന്നത്. പിന്നെ അവിടെ ചിലവഴിച്ച് നിരീക്ഷിച്ച ശേഷം ഈ കുടുംബം ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ സമയത്താണ് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് റെയിൽവേ ട്രാക്കിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് കുഞ്ഞിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ആ സമയം കുഞ്ഞ് നിലവിളിച്ചു. ആ സമയത്താണ് മൂക്കും വായും ചേർത്ത് പൊത്തിപ്പിടിക്കുന്നു. കുഞ്ഞ് അബോധാവസ്ഥയിലേക്ക് പോകുന്നു. അങ്ങനെ കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ള ഒരു ഭയത്താലാണ് അവിടെ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് തെളിവെടുപ്പിലും പോലീസിനോട് വിശദീകരിച്ച് ഇയാൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ച ശേഷം എങ്ങനെയാണ് തിരിച്ച് ഈ റെയിൽവേ ട്രാക്കിലൂടെ തന്നെ നടന്ന് റോഡിലേക്ക് കയറിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയാണ്. ഇപ്പോൾ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച ശേഷം നടന്നു വന്ന അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ്റെ ഓഫീസ് പരിസരത്താണ് ഇപ്പോൾ പ്രതി ഉള്ളത്. അവിടെ പോലീസിനോട് മറ്റു കാര്യങ്ങൾ വിശദീകരിച്ച് നൽകുകയാണ് പ്രതി ചെയ്യുന്നത്. എന്തായാലും ഇതിന് ശേഷം റോഡിലേക്ക് കയറിയ ശേഷം ഒരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ് ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. അതനുസരിച്ചുള്ള തെളിവെടുപ്പുകൾ ഈ സ്ഥലങ്ങളിലടക്കം എത്തിച്ചുള്ള തെളിവെടുപ്പുകൾ ഇന്ന് തന്നെ ഉണ്ടാകും. അതിനുശേഷം ഇയാൾ പഴനിയിലേക്കും ആലുവയിലേക്കൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് നൽകിയത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അവിടെയൊക്കെ എത്തിച്ചുള്ള തെളിവെടുപ്പ് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സ്ഥലങ്ങളിലൊക്കെയും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കണം. അതിനൊപ്പം തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഉണ്ടാകും. DCPയുടെയും അതുപോലെ സിറ്റി പോലീസ് കമ്മീഷണറുടെ അടക്കം നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഇതെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ കോടതി പ്രതിയെ നൽകിയിരിക്കുന്നത്. അങ്ങനെ 7 ദിവസത്തിനകം തന്നെ വിശദമായ തെളിവെടുപ്പും അതിനൊപ്പം വിശദമായ ചോദ്യം ചെയ്യലും പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ കൂടുതൽ ഏതെങ്കിലും കേസുകൾ ഇയാളുടെ പേരിൽ വരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പോക്സോ കേസിലെ പ്രതിയാണ്. അതിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ കൊല്ലത്ത് മറ്റൊരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച കേസിൽ എന്തായാലും അത് കേസായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ സമയത്ത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് തന്നെ ഈ നാടോടി സംഘം ഇയാളെ കാണുന്നു. ആ സമയത്ത് ഇയാളെ അവിടെ നിന്ന് അടിച്ചോടിച്ചു എന്നുള്ളതാണ് ഇയാൾ മൊഴിയായി തന്നെ നൽകിയിരിക്കുന്നത്. ഇതൊക്കെ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും അതിലുണ്ടാകും. നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ കാര്യം വ്യക്തമാക്കിയതാണ്. എന്തായാലും ഇപ്പോൾ തെളിവെടുപ്പ് പ്രാഥമിക ഘട്ടത്തിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതിയുമായി ഇപ്പോൾ പോലീസിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. പേട്ടയിലെ വിവിധ ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ മൊഴി അനുസരിച്ചുള്ള തെളിവെടുപ്പ് ഇപ്പോൾ തുടരുന്നത്. വിവരങ്ങളാണ് VS അനുരാഗ് നൽകിയത്.